ഹായ് ഹലോ വ്യൂവേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കസ്റ്റർഡ് കുക്കീസ് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. കുക്കീസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നൊരു കുട്ടി ഹെൽപ്പറിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടില്ലേ, പുള്ളിക്കാരി അതിൻ്റെ വയറൊക്കെ നന്നായിട്ട് അഴിച്ചു മാറ്റിയിട്ട് പുള്ളിക്കാരി സ്വന്തമായിട്ട് ബീറ്റൊക്കെ ചെയ്തെടുക്കുകയാണ്. പ്രിറ്റൻഡിങ് പ്ലേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 50 ഗ്രാം ബട്ടറാണ് എടുത്തേക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. പിന്നെ അതിലേക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള ഷുഗറും ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ചാണ് മധുരം ഇട്ടേക്കുന്നത് കേട്ടോ. ഞാനിത് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. അപ്പം ബട്ടറും പഞ്ചസാരയും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ബീറ്റർ വെച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വൈറ്റ് കളർ ആവുന്നിടം വരെ നമുക്ക് ചെയ്യാം. നമ്മുടെ ഇത് വൈറ്റ് കളറായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിന് കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്യുവാണ്. തീരെ മധുരം ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ കേട്ടോ, അല്ലേ? ഞാൻ കുഞ്ഞിൻ്റെ പേരിലാണ് ഞാൻ ഇതിന് വളരെ മധുരം കുറച്ച് ഇടുന്നത് തന്നെ. കാരണം അവൾക്ക് അതിനോട് മധുരത്തിനോട് അല്പം ടെൻഡൻസി കൂടുതലാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ 1/4 കപ്പ് ആട്ടയാണ് എടുത്തേക്കുന്നത്, ഗോതമ്പ് പൊടി. ഞാൻ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ കസ്റ്റർഡ് പൗഡർ, അതൊരു 1/4 കപ്പ് കസ്റ്റർഡ് പൗഡർ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പൊടിയും ബട്ടറും ഒന്ന് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഉപ്പൂടെ നമ്മൾ ചേർക്കേണ്ടതാണ്. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാത്തത്. നമുക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ പാലൂടി ഇതിൽ ചേർക്കാവുന്നതാണ്. അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി. ഭയങ്കര കട്ടിയാണ് ആവണ്ട കേട്ടോ, എന്നാലും അത്യാവശ്യം ഒരു സോഫ്റ്റ് വേണം. എല്ലാം ഒന്ന് മീഡിയത്തിൽ. തീരെ സോഫ്റ്റ് ആയാൽ നമ്മുടെ കുക്കീസ് ഭയങ്കരമായിട്ട് അങ്ങ് സോഫ്റ്റായി പോകും കേട്ടോ. അപ്പം നമുക്കിനി ഇതിനെ കുക്കീസിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി എടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. എൻ്റെ കുക്കി കട്ടറൊന്നുമില്ല, എല്ലാം മാനുവലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഫോർക്ക് വെച്ച് സ്പൂൺ വെച്ച് ഞാൻ പല പല ഡിസൈൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി നമ്മുടെ ഓവനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓവൻ പോയി ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 175 ഡിഗ്രി 10 മിനിറ്റ്സും കുക്കീസ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി 175 ഡിഗ്രി 20 മിനിറ്റ്സുമാണ് ഞാൻ ഓവനിൽ വെച്ചത്. അപ്പോൾ ഞാനിവിടെ കുക്കീസിന് പലതരത്തിലുള്ള ഡിസൈൻസ് കൊടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. സ്പൂണും ഫോർക്കും എല്ലാം ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. പെട്ടെന്ന് മനസ്സിലോട്ട് വന്ന ഡിസൈനുകളാണ് കേട്ടോ. പിന്നെ കുഞ്ഞിനെ പറ്റിക്കാനുള്ള ഓരോ പരിപാടികൾ. അപ്പം നമ്മുടെ കുക്കീസ് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കിയാൽ അവിടെ ഒരാൾ റെഡി ആയിട്ട് കഴിക്കാൻ നിൽപ്പുണ്ട് കേട്ടോ. എനിക്കൊന്ന് സാവകാശം തരത്തില്ല പിന്നത്തേലൊന്ന് എടുക്കാനും വേണ്ടി. പുള്ളിക്കാരിക്ക് വേഗം കുക്കീസ് കഴിക്കണം എന്നുള്ള നിർബന്ധത്തിലാണ്. അപ്പം ഞാൻ ഒന്ന് പൊട്ടിച്ചാണ്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് ഹാർഡും അല്ല. അങ്ങനെ കുക്കീസൊക്കെ കഴിച്ച് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഹസ്ബൻഡിൻ്റെന്ന് കുഞ്ഞിൻ്റെന്നൊക്കെ നല്ല ഫീഡ്ബാക്ക് കിട്ടി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ മധുരം ഇട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ മനഃപൂർവ്വമായിട്ട് മധുരം ഞങ്ങൾക്ക് വേണ്ടി കുറച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, സീ യു.